കേരള സർവകലാശാല SFI മാർച്ചിൽ സംഘർഷം. പോലീസും പ്രവർത്തകരും ഏറ്റുമുട്ടി. ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കിയും ലാത്തിച്ചാർജും. പ്രതിഷേധം കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കാത്തതിനെതിരെ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ജയറാമിന് ED നോട്ടീസ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ അന്വേഷിക്കും. അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നിർദ്ദേശം. ബെല്ലാരിയിലെ ജുവലറി ഉടമ ഗോവർദ്ധന് ജാമ്യമില്ല. ശബരിമല കൊടിമര പുനർനിർമ്മാണ അന്വേഷണത്തിൽ കോൺഗ്രസും പ്രതിരോധത്തിൽ. വഴിപാട് സ്വർണത്തിന്റെ കണക്ക് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭരണസമിതിക്കില്ലെന്ന് അജയ് തറയിൽ. SITയിൽ CPMന്റെ ഏജന്റുമാരുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ്. KP ഉദയഭാനുവിന് ആന്റോ ആന്റണിയുടെ വക്കീൽ നോട്ടീസ്. മലമ്പുഴയിൽ A. സുരേഷിനെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് നീക്കം. തീരുമാനമെടുത്തിട്ടില്ലെന്ന് VS അച്യുതാനന്ദന്റെ മുൻ പേഴ്സണൽ സ്റ്റാഫ് അംഗം. പറയേണ്ട സമയത്ത് പറയുമെന്ന് VD സതീശൻ. ഇടതുകോട്ടയിൽ ഒരു വിള്ളലും ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് MV ഗോവിന്ദൻ. തുടർഭരണത്തിനെതിരായ പ്രതികരണം കടുപ്പിച്ച സച്ചിദാനന്ദൻ. അദൃശ്യരെയും ശബ്ദമില്ലാത്തവരെയും കേൾക്കുന്നതാണ് യഥാർത്ഥ ജനാധിപത്യം. സാംസ്കാരിക നായകർ പറയുന്നത് നന്നാവാൻ വേണ്ടിയാണെന്ന് MV ഗോവിന്ദൻ. തിരുത്തലുകൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് തോമസ് ഐസക്. സാംസ്കാരിക പ്രവർത്തകരുടെ വിമർശനം ആയുധമാക്കി പ്രതിപക്ഷം. തിരുവല്ല സ്പാ ബലാത്സംഗ കേസ് അന്വേഷണ സംഘം വിപുലീകരിച്ചു. 3 പ്രതികൾ ഒളിവിൽ തന്നെ. ചോറ്റാനിക്കരയിലെ 16-കാരിയുടെ ആത്മഹത്യയിൽ പോലീസിനെതിരെ വിമർശനം. വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ലെന്ന് അധ്യാപകർ. ഒരാൾ വന്നിട്ട് ഇവിടെ വന്ന് പ്രേമിക്കുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം നടക്കണമെന്നും ഇത് കൃത്യമായ രീതിയിൽ അന്വേഷിച്ച് ഇതിൻ്റെ പുറകിൽ ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും ഉള്ളതാണ് ഞാനൊക്കെ അന്നെടുത്തൊരു സ്റ്റാൻഡ്. ഇൻഫ്ലുവൻസർ ചിന്നു പാപ്പുവിന്റെ മരണത്തിലെ ദുരൂഹ നീക്കാൻ പോലീസ്. ആൺ സുഹൃത്തിനെ കേന്ദ്രീകരിച്ച അന്വേഷണം. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പോലീസ്. പരാതിയുമായി കുടുംബം. ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയവുമായി നീങ്ങാൻ പ്രതിപക്ഷം. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നും സ്തംഭിച്ചു. അവിശ്വാസ പ്രമേയവുമായി സഹകരിക്കാൻ തയ്യാറെന്ന് തൃണമൂൽ കോൺഗ്രസ്. തുടർച്ചയായ സഭാസ്തംഭനം ഒഴിവാക്കാൻ തിരക്കിട്ട ചർച്ചകളുമായി കേന്ദ്ര സർക്കാർ. ബിജു മേനോനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് നിർമ്മാതാവ് അനൂപ് കണ്ണൻ. പ്രമോഷന് വരാമെന്ന ഉറപ്പ് പാലിച്ചില്ല. ബിജു മേനോന്റെ നിസ്സഹകരണം മൂലം 25 ലക്ഷം രൂപ നഷ്ടമുണ്ടായി. ആരോപണത്തിൽ പ്രതികരിക്കാതെ നടൻ. തവനൂർ വിട്ടു നൽകുന്നതിനെതിരെ കോൺഗ്രസിൽ പടയൊരുക്കം. അതൃപ്തി പരസ്യമാക്കി പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം. കോൺഗ്രസ് തന്നെ സീറ്റിൽ മത്സരിക്കണമെന്ന് KPC ജനറൽ സെക്രട്ടറി PT അജയ് മോഹൻ. പൊന്നാനി സീറ്റ് കൈമാറാനുള്ള നീക്കത്തിലും പ്രതിഷേധം. T20 ലോകകപ്പിൽ ഇന്ത്യ പാക് മത്സരം ഉറപ്പായി. ബഹിഷ്കരണ ഭീഷണിയിൽ നിന്ന് പിൻവാങ്ങി പാകിസ്ഥാൻ. മത്സരത്തിന് അനുമതി നൽകി പാക് സർക്കാർ. സൂപ്പർ സൺഡേ പോരാട്ടം കൊളംബോയിൽ.